ഹലോ ഡിയേഴ്സ്, എവിടെ നോക്കിയാലും നോൺ-നെറ്റ് നവംബർ. എന്താണിത്? ഈ ഒരു നവംബർ മാസം നിങ്ങളുടെ ശുക്ലം പോകാതിരുന്നാൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഉള്ളത്? പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ശുക്ലം പുറത്ത് പോകാതെ തന്നെ രീതി മുറിച്ച് നിർത്താൻ പറ്റുമല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്? ചെയ്തുകൊണ്ട് വല്ല ഗുണങ്ങളുണ്ടോ? നോക്കാം നമുക്കിന്ന്. പലരും എന്നോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ചേച്ചി ഞാൻ ആദ്യമായിട്ട് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടി പോയപ്പോൾ എനിക്ക് പെട്ടെന്ന് പോയി, എനിക്ക് പിന്നെ ശിഖരസ്ഖലനാണോ, എന്താണ് ചെയ്യാൻ പറ്റുക, എനിക്ക് സ്ട്രെസ് കൊണ്ടാണോ? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആങ്സൈറ്റി കൊണ്ട്, പെർഫോമൻസ് ആങ്സൈറ്റി കൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം വന്നത്. അത് പെർമനൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. 6 മാസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് 1 മിനിറ്റിനുള്ളിൽ പോയിട്ടുണ്ടെങ്കിലൊക്കെയാണ് എന്നാൽ ശിഖരസ്ഖലനം എന്ന് പറയുക അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഉദാഹരണം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്കൽ ഹെൽത്ത് മാത്രമല്ല മെൻ്റൽ ഹെൽത്തും ആവശ്യമാണ്. അതിന് വളരെയധികം സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ഞാൻ പരിചയപ്പെടുത്താം, മെൻഷുവറിൻ്റെ അപ്രൈറ്റ് സപ്ലിമെൻറ്റ് കേട്ടോ. ഇത് നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് മാത്രമല്ല ഫിസിക്കൽ ഹെൽത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ബോക്സ് നല്ല രസമില്ലേ? ഇതാണ് കേട്ടോ പ്രൊഡക്റ്റ്. ഇതിങ്ങനെ തുറന്നിട്ട് ഈ ക്യാപ്സ്യൂളിൽ അടങ്ങിയിരിക്കുന്ന മകത്വജ് എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടൻറ്റ് നിങ്ങളുടെ ലിംഗത്തിലേക്ക് ബ്ലഡ് ഫ്ലോ നന്നായിട്ട് കൂട്ടാനും ഉദാഹരണമൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനും നിങ്ങളുടെ ലൈംഗിക ഹെൽത്തൊക്കെ കൂട്ടാനും സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിതിൽ ശിലാജിത്ത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കൂടുതൽ സ്റ്റാമിന നൽകാനും എനർജി നൽകാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. അതാർക്കര നിങ്ങളുടെ ഉദാഹരണശേഷി കൂട്ടുക മാത്രമല്ല നിങ്ങൾക്ക് ലൈംഗിക ഹെൽത്ത് വളരെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. നിങ്ങളുടെ സ്ട്രെസ് ആങ്സൈറ്റി ഒക്കെ കുറയ്ക്കാൻ വേണ്ടി ഇതിൻ്റെ കണ്ടൻറ്റ് സഹായിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്കൊരു ഡോക്ടർ കൺസൾട്ടേഷനോട് കൂടിയിട്ടാണ് ഇത് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ മെൻഷുവർ തന്നെ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഡോക്ടറെ കൺസൾട്ടേഷൻ ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. ഉദാഹരണശേഷി നല്ലതായിട്ട് കൂട്ടാൻ സഹായിക്കുന്ന പ്രൊഡക്റ്റാണ്. പിന്നെ ഇത് മാത്രം കഴിച്ചുകൊണ്ടിരുന്നാൽ പറ്റില്ല, കുറച്ച് എക്സസൈസും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡയറ്റും കൂടി ഫോളോ ചെയ്യാൻ മറന്നേക്കരുത്. അപ്പോൾ പ്രൊഡക്റ്റ് വാങ്ങാനുള്ള ലിങ്കും കൺസൾട്ട് ചെയ്യാനുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിന് ഫസ്റ്റ് കമൻറ്റ് തന്നെ കൊടുത്തേക്കാം കേട്ടോ. പലരുടെ ഒരു വിശ്വാസമാണ് ഈ നോൺ-നെറ്റ് നവംബർ ചെയ്തിട്ടുണ്ടെങ്കിൽ നവംബർ മാസത്തിൽ ശുക്ലം പുറത്ത് പോവാതെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ സ്പിരിച്വൽ ഹെൽത്ത് കൂടുമെന്നോ മെൻ്റൽ ഹെൽത്ത് കൂടുമെന്നോ അതുപോലെ ഫിസിക്കൽ ഹെൽത്തൊക്കെ കൂടുമെന്ന് പറഞ്ഞു. ധാരണശേഷി ഭയങ്കരമായിട്ട് കൂടുത്തേ, അതുപോലെ നിങ്ങളുടെ പുരുഷ ഹോർമോൺ നന്നായിട്ട് കൂടുത്തേ, ബുദ്ധിശക്തി കൂടും, വളരെ വളരെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ സത്യം ഇതാണ്, ഇതിന് ഒരു എവിഡൻസും ഇല്ല ഇത് കൂടുന്നതായിട്ട്. എവിഡൻസ് ഒന്നുമില്ല, സയൻറ്റിഫിക്കലി പ്രൂവൺ അല്ല. ഇപ്പോൾ എന്തെങ്കിലും ഒരു ചേഞ്ച് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരു പെർമനൻറ്റും അല്ല, വളരെ പെട്ടെന്ന് തന്നെ സാധാരണയാകുന്ന ഒരു കാര്യം തന്നെയാണ് ഇത്. പക്ഷെ വേറൊരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം, സ്വയംഭോഗം ചെയ്യുന്നതിലൂടെ കുറച്ചധികം ബെനിഫിറ്റ്സ് ഉള്ളതായിട്ട് സയൻസ് പ്രൂവ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ സ്ട്രെസ്സൊക്കെ കുറയുമെന്നും നിങ്ങളുടെ മൂഡൊക്കെ നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നും അതുപോലെ തന്നെ നിങ്ങളുടെ സ്ലീപ്പ് ക്വാളിറ്റി കൂട്ടുമെന്നും ലൈംഗിക ജീവിതമൊക്കെ ഇമ്പ്രൂവ് ആകുമെന്നും സ്ട്രെസ്സും ആങ്സൈറ്റിയൊക്കെ കുറയ്ക്കാൻ സഹായിക്കുമെന്നും സെൽഫ് എസ്റ്റീം കൂട്ടാൻ സഹായിക്കുമെന്നും നിങ്ങൾക്ക് എന്താണ് ലൈംഗികതയിൽ വേണ്ടതെന്നും നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുകയും സെൽഫ് ലവ് കൂട്ടാൻ വേണ്ടിയിട്ടും അതുമാത്രമല്ല മറ്റ് ലൈംഗിക ബന്ധത്തിലൂടെ ഉണ്ടാകുന്ന ലൈംഗിക രോഗങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കാനും പെൽവിക് ഫ്ലോറൊക്കെ സ്ട്രോങ് ആക്കാനും അതുപോലെ ടൈപ്പ് 2 ഡയബറ്റിക് ഒക്കെ കൺട്രോൾ ചെയ്യാനും ഇമ്മ്യൂണിറ്റി കൂട്ടാനൊക്കെ സഹായിക്കുന്നതായിട്ടൊക്കെ സയൻസ് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. ഹെൽത്തി ആയിട്ട് ചെയ്യുന്നവരിൽ ഇതെല്ലാം പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. അല്ലാണ്ട് അഡിക്റ്റായിട്ട് ഫുൾ ടൈം ഈ പണിക്ക് നിൽക്കുന്നവരുടെ കാര്യമല്ല കേട്ടോ പറഞ്ഞത്. അതുപോലെ നിങ്ങൾ വാസക്ടമി എന്ന് കേട്ടിട്ടുണ്ടോ? ഈ സ്ത്രീകൾ പ്രസവം നിർത്തുന്ന പോലെ പുരുഷന്മാർ അവരുടെ കുട്ടികൾ വേണ്ടാന്നുള്ള ലെവലിൽ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. അവർക്കെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബീജവും പുറത്തു പോകത്തില്ല, എല്ലാവരും ശരീരത്തിൽ തന്നെ തങ്ങി നിന്നിട്ട് ശരീരത്തിൽ തന്നെ ചത്തിട്ട് അബ്സോർബ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നടത്തിയിട്ടുള്ള സ്റ്റഡീസിൽ ഇങ്ങനെ ഈ ബീജം ഇങ്ങനെ സ്റ്റോർ ആകുന്നതുകൊണ്ട് അവർക്ക് പ്രത്യേകമായിട്ടൊരു ബെനിഫിറ്റ്സ് ഉള്ളതായിട്ട് കണ്ടെത്തിയിട്ടില്ല. കാലങ്ങളായിട്ട് അവർക്ക് അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. പിന്നെ ശുക്ലം എന്നത് പുറത്ത് പോകേണ്ട ആളാണ്, അതിന് വേണ്ടിയിട്ട് നിർമ്മിച്ചേക്കുന്ന ഒന്നാണ്. ഇപ്പം നിങ്ങൾ പുറത്ത് കളഞ്ഞില്ലല്ലോ, ഉറക്കത്തിലാണെങ്കിൽ അത് പുറത്ത് പോകും. അതിൻ്റെ നാച്ചുറലായിട്ടുള്ള ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്ത് പോകുക എന്നുള്ളതാണ്. അപ്പോൾ എവിഡൻസ് ഇല്ലാത്ത ഒരു കാര്യത്തിൻ്റെ പുറകെ പോയിട്ട് അത് ചെയ്യുന്നതാണോ നല്ലത്? സയൻറ്റിഫിക്കൽ എവിഡൻസ് ഉള്ള ഒരു കാര്യം പോയിട്ട് ഹെൽത്തി ആയിട്ട് ചെയ്യുന്നതാണോ നല്ലത്? നിങ്ങൾ തീരുമാനിക്കൂ കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. നെക്സ്റ്റ് ടൈം വിത്ത് എ ന്യൂ ടോപ്പിക്. ബൈ.